ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ നിലപാട് സ്ത്രീകൾ ഒരിക്കലും പൊതുരംഗത്തേക്ക് വരരുത് എന്ന് തന്നെയാണ്. നമുക്കറിയാം, പല സന്ദർഭങ്ങളിലും ഇവര് പറഞ്ഞിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഇവരുടെ മതപരമായ പ്രസ്താവനകളും ഒക്കെ നമുക്കറിയാം. ഒന്നൊന്നായി എടുത്തു പറയേണ്ടുന്ന കാര്യം ഈ കേരളക്കരയിലില്ല. പല സന്ദർഭങ്ങളിലും ഇവര് കാണിച്ചിട്ടുള്ള സ്ത്രീ വിരുദ്ധതകൾ നമുക്കറിയുന്നതാണ്. പെണ്ണിന് വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്ന് തന്നെയാണ് ഭൂരിപക്ഷം മുസ്ലിം പുരോഹിതന്മാരുടെയും അഭിപ്രായം. പക്ഷേ ഇന്നത്തെ പൊതു ചിന്താധാരയ്ക്കൊപ്പം അത് യോജിക്കാത്തത് കൊണ്ടും ഇന്നത്തെ സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും നമ്മളെ 6-ാം നൂറ്റാണ്ടുകാരായി പരിമിതപ്പെടുത്തുമോ എന്നുമുള്ള ഭയം കാരണമാണ് അവർക്കത് പറയാൻ സാധിക്കാതെ പോകുന്നത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും എവിടെയെങ്കിലും അവർക്കവരുടെ വ്യക്തിത്വം തെളിയിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലും ഒക്കെ മതം കടന്നു വരും. പെണ്ണ് വിദ്യാഭ്യാസം നേടുകയും പൊതുബോധം നേടുകയും അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരു സീറ്റ് ഉറപ്പിക്കുകയും ചെയ്താൽ അവൾ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും സ്വയം പര്യാപ്തത കൈവരിക്കും. ഇസ്ലാമിക വിരുദ്ധമാണ്. ഇത് തന്നെയല്ലേ താലിബാനും പറയുന്നത്? ഈ ഇസ്ലാമിക ചിന്താഗതി തന്നെയാണ് താലിബാനികളുടേത്. താലിബാനികളുടെ അതേ ചിന്താഗതി തന്നെയാണ് നമ്മുടെ നാട്ടിലെ ആളുകളുടേത്. ഇതിനെ എതിർത്ത് മുസ്ലിം കൗൺസിൽ ഫോർ എൽഡേഴ്സ് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ പുറമേക്ക് ഇവരെ കാണിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. സ്ത്രീ വിരുദ്ധതകൾ ഒരുപാടൊന്നും. എന്നാലും പറ്റുന്ന ഇടങ്ങളിലൊക്കെ അവരതെടുത്ത് പ്രയോഗിക്കാറുമുണ്ട്. കാരണം ആഗോള ഇസ്ലാമിക സമൂഹം രൂക്ഷമായ സാമൂഹിക വിരുദ്ധതകളിലൂടെ കടന്നു പോകുന്നു എന്നത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് താലിബാനിലെ സ്ത്രീകൾക്ക് പ്രൈമറി വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റിയിലെ പ്രവേശനം നിഷേധിച്ചതിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. വിദ്യാഭ്യാസം എന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്നും സ്ത്രീകളെ മാറ്റി നിർത്താൻ ഇന്നിനി മതത്തിന് സാധിക്കില്ല എന്ന ഒരു പൊതുബോധം മുസ്ലിം പുരോഹിതർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക നിയമം ഈ സ്ത്രീ വിരുദ്ധതകൾക്ക് എത്ര തന്നെ സംരക്ഷണം നൽകിയാലും ശരി, മതപുരോഹിതർക്ക് പോലും ചില സാഹചര്യങ്ങളിൽ അതിനെ പൊട്ടിച്ചു വലിച്ചെറിയേണ്ടി വരും. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്നത് നമ്മുടെ നാടിന്റെ നിയമമാണ്. ഈ നാട്ടിൽ ഇസ്ലാമിക ശരീഅത്ത് നിയമത്തെ കൊണ്ടുവന്ന് കുത്തിവെച്ച് മതത്തിന്റെ അന്തസ്സും അവകാശങ്ങളും ഒന്നും തെളിയിക്കാൻ മുസ്ലിം പുരോഹിതർ മെനക്കെടണമെന്നില്ല. കാരണം ഇത് മതരാജ്യമല്ലാത്തത് കൊണ്ട്. മുസ്ലിം സ്ത്രീകളെ 6-ാം നൂറ്റാണ്ടിന്റെ ആ ഗോത്ര പാരമ്പര്യത്തിലേക്ക് ഇന്നും വലിച്ചു കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പാരമ്പര്യത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ പരിമിതമായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ മുസ്ലിം സമൂഹത്തോട് മുസ്ലിം സ്ത്രീകൾ തന്നെ ഈ രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയും അവർ പഠിച്ച് വിദ്യാസമ്പന്നരാകുകയും സമൂഹത്തിലെ ഔന്നത്യമുള്ള തലങ്ങളിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് വരുന്നു. ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികൾക്കുമൊക്കെ പരിപൂർണ വിദ്യാഭ്യാസവും അന്തസ്സും നിലനിർത്താൻ ഇന്ന് മുസ്ലിം സമൂഹം പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായി ഞങ്ങൾക്കൊന്ന് ഉയരണം, അതുകൊണ്ട് ഞങ്ങൾക്കൊരു മലദ്വാർ സംസ്ഥാനം വേണമെന്ന് വരെ പുറംപൂച്ചു പറയുന്ന രൂപത്തിലേക്കുള്ള കാപട്യം പുറത്തു വന്നത്. താലിബാൻ മുസ്ലിങ്ങൾ പറയുന്നത് പോലെ സ്ത്രീകളുടെ ചാരിത്രം പൂർണ്ണമായും നിലനിർത്തേണ്ടത് ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണത്തിന്റെ ആവശ്യമാണ് എന്ന് തന്നെയാണ് ഇവിടുത്തെ പൗരോഹിത്യവും വാദിക്കുന്നത്. പക്ഷെ ഇന്നിവിടെ ചെലവാകുന്നില്ല എന്ന് മാത്രം. താലിബാൻ വിദ്യാഭ്യാസ മന്ത്രിയായ മുഹമ്മദ് നദീമിന്റെ അഭിപ്രായ പ്രകാരം കോളേജിൽ പോകുന്ന പെൺകുട്ടികൾ കല്യാണ പെണ്ണുങ്ങളെ പോലെ ഒരുങ്ങി നടക്കുന്നു, ഹിജാബ് ധരിക്കുന്നില്ല, ബന്ധുക്കളല്ലാത്ത പുരുഷന്മാരുമായി കൂട്ടുകൂടുന്നു. മുസ്ലിം പെൺകുട്ടികൾ എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, അധ്യാപനം തുടങ്ങിയ രംഗത്ത് പഠിക്കുന്നത് അവരുടെ അന്തസ്സിന് ചേർന്നതല്ല. അവർ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് പഠിക്കുന്നു, സഞ്ചരിക്കുന്നു, അവർ പുറം ലോകവുമായി ബന്ധപ്പെടുന്നു, അവർ പലതും കാണുന്നു, കേൾക്കുന്നു. ഇത് അഫ്ഗാന്റെ സംസ്കാരത്തിനെതിരാണ്. അഫ്ഗാൻ മുന്നോട്ട് വെക്കുന്ന മത സംസ്കാരത്തിനെതിരാണ് എന്ന് അഫ്ഗാന്റെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. താലിബാൻ തീവ്രമായ ഒരു ഇസ്ലാമിക വിശ്വാസമാണ് പുലർത്തുന്നത് എന്ന് നമുക്കറിയാം. ഇത് തന്നെയായിരുന്നു 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകനും സ്പ്രെഡ് ചെയ്തിരുന്ന വിശ്വാസം. പക്ഷെ അന്നത്തെ പരിപ്പ് അന്ത ചട്ടിയിലെ പരിപ്പ് ഇന്ത ചട്ടിയിലെ വേവാതെന്ന് പറയുന്നത് പോലെ ആ സംസ്കാരം ഇന്നിവിടെ ചെലവാകത്തില്ല, വിലപ്പോകത്തില്ല. അവരുടെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ആധുനിക വിദ്യാഭ്യാസം തെറ്റാണ്.
തന്നെയുമല്ല, സ്ത്രീകളും പെൺകുട്ടികളും ആധുനിക വിദ്യാഭ്യാസം നേടേണ്ടവരല്ല, അവർ പേറുയന്ത്രങ്ങളാണ്. പെൺകുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസവും മദ്രസകളിലൂടെ മതപഠനവും നൽകുക, ഇതാണ് അവര് മുന്നോട്ട് വെക്കുന്നത്. പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികളെ വിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചു കൊടുക്കുക, പേറുയന്ത്രങ്ങൾ ഇല്ലാതാകാതിരിക്കട്ടെ. അങ്ങനെ അല്ലാത്ത സ്ത്രീകളെ ശിക്ഷിക്കണം. ഇസ്ലാമിക നിയമത്തിന്റെ പ്രാകൃതമായ ഗോത്ര നിയമപ്രകാരം പഠിച്ചേ പറ്റൂ എന്ന് ശഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഇസ്ലാമിക രൂപത്തിലുള്ള ശിക്ഷകൾ ഏർപ്പാട് ചെയ്യണം എന്നാണ് അഫ്ഗാന്റെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ഇയാൾക്ക് ഏത് രൂപത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ആയത് എന്ന് ചോദിക്കരുത്, മതമാണ് ഇവിടെ. അഫ്ഗാനിലെ സ്ത്രീ സമൂഹം വിലക്കുകളുടെ ലോകത്ത് കുടുങ്ങിക്കിടക്കുന്നു. രാജ്യത്തെ വർഷങ്ങളോളം പുറകോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് താലിബാൻ ഭരണകൂടം. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നാണിച്ചു നിൽക്കുന്നു. ആധുനിക സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത നിയന്ത്രണങ്ങളും പ്രാകൃതമായ നിയമങ്ങളുമാണ് അഫ്ഗാനിൽ താലിബാൻ നടപ്പിലാക്കുന്നത്. അത് കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ കോയാമാർക്ക് ഒരു ആഗ്രഹം. അഫ്ഗാനിൽ താലിബാനികൾ നടപ്പിലാക്കുന്ന നിയമങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ കേരളക്കരയിൽ നടപ്പിലാക്കാൻ സാധിക്കാത്തത്? ആ ചിന്തയുടെ ഭാഗമാണ് ആരാണ് ഈ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയത്? മാഷിദ ബീബിയെ അടിച്ചിറക്കി വിടൂ, അള്ളാഹു കോപ്പിക്കും. സമസ്തയുടെ നിയമം നിങ്ങൾക്കറിയില്ലേ? പെണ്ണ് കയറി പോയി കഴിഞ്ഞാൽ ഉടനെ നജസായി പോകുന്ന സദസ്സുകൾ, മലിനമായി പോകുന്ന സദസ്സുകൾ, അതിലേറ്റവും കൂടുതൽ ഇരകളായി പോകുന്നത് സ്ത്രീ സമൂഹമാണ്, പെൺകുട്ടികളാണ്. കൂടുതൽ ഇരകളാക്കപ്പെടുകയാണ്. എന്നെ ഇരയാക്കിക്കോ എന്ന് പറഞ്ഞു പോയി നിന്നു കൊടുത്താൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഒരേ ക്ലാസ് മുറിയിൽ മറകെട്ടിയുള്ള പഠനം മുതൽ സർവകലാശാല വിദ്യാഭ്യാസ നിരോധനം വരെ എത്തി നിൽക്കുന്ന അഫ്ഗാനിനെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കേരള സമൂഹം, കേരളത്തിലെ മതസമൂഹം. സർവകലാശാല ക്യാമ്പസുകളിൽ കയറാൻ സാധിക്കാതെ പൊട്ടിക്കരയുന്ന പെൺകുട്ടികളുടെ വീഡിയോ പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അഫ്ഗാനിലെ സ്ത്രീ സ്വാതന്ത്ര്യം തടവറയിലാണ്. സ്ത്രീകൾക്കുള്ള താലിബാന്റെ നിയമങ്ങൾ വിചിത്രമാണ്, ഹീനമാണ്, നിന്ദ്യമാണ്, നീചമാണ്, മനുഷ്യരാഹിത്യമാണ്. സ്ത്രീകൾക്കായി അരുതായ്മകളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണ് താലിബാൻ മുന്നോട്ട് വെക്കുന്നത്. ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ നിയമങ്ങളുമായിട്ടാണ് താലിബാൻ ഉണരുന്നത്. രക്തബന്ധത്തിലുള്ള പുരുഷനോടൊപ്പമോ ഭർത്താവിനോടൊപ്പമോ അല്ലാതെ പുറത്തിറങ്ങരുത്. ബുർക്കയില്ലാതെ വേണ്ട. ഹൈ ഹീൽ ചെരുപ്പ് ധരിക്കരുത്. തെരുവിൽ സ്ത്രീയുടെ ശബ്ദം ഉയരരുത്. ഉറക്ക സംസാരിക്കരുത്. പൊതുരംഗത്ത് സ്ത്രീയെ കാണരുത്, റോഡിൽ കാണരുത്. പുറത്തുനിന്ന് വീട്ടിലേക്ക് നോക്കിയാൽ സ്ത്രീകളെ കാണുന്ന രൂപത്തിലായിരിക്കരുത്. കടകളിലും ബുക്കുകളിലും അതുപോലെ സ്ത്രീകളുടെ ചിത്രം പതിക്കരുത്. ഒരു ഷോപ്പുകളിലും ജിമ്മില്, നീന്തൽക്കുളത്തില്, പാർക്കില് പോകണ്ട. സ്ത്രീകളുടെ പേരൊരു സ്ഥാപനത്തിനും നൽകരുത്. ഇങ്ങനെ സ്ത്രീ വിരുദ്ധതകളുണ്ടോ ഇവർക്ക്? ബാൽക്കണിയിൽ നിൽക്കണ്ട, ടിവിയിൽ പ്രത്യക്ഷപ്പെടരുത്, റേഡിയോയിലൂടെ സംസാരിക്കരുത്, പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങരുത്. ഇങ്ങനെ നീളുകയാണ് അവരുടെ നിയമങ്ങൾ. ഇതേ നിയമങ്ങൾ കണ്ടിട്ട് എന്താലേ മതം പുൽകുന്നു, അള്ളാഹു ഇന്ന് സന്തോഷിക്കുന്നുണ്ടാകും താലിബാനുകളെ കണ്ടിട്ട്. താലിബാനുകൾ നടപ്പിലാക്കുന്ന നിയമങ്ങൾ കണ്ടിട്ട് 1994 താലിബാൻ രൂപീകൃതമാകുന്നത്. മുജാഹിദീൻ എന്നറിയപ്പെടുന്ന മുൻ അഫ്ഗാൻ പ്രതിരോധ പോരാളികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ പേര്. 1980കളിലാണ് സോവിയറ്റ് സൈന്യത്തെ ആക്രമിച്ച് മുജാഹിദീനുകളായി മാറുന്നത്. ഇസ്ലാമിക നിയമങ്ങൾ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുകയാണ് താലിബാന്റെ ലക്ഷ്യം. മത നിയമങ്ങൾ മതത്തിൽ ബലാത്കാരമില്ലെന്നും മതം നിർബന്ധമല്ലെന്നും പറയുന്ന ഈ ഗ്രന്ഥം ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് മത നിയമങ്ങൾ ഞങ്ങൾ അടിച്ചേൽപ്പിക്കും, മര്യാദയ്ക്ക് അത് കേട്ടോണമെന്ന് ഇവർ നിർബന്ധിക്കുന്നത്. 1996 താലിബാൻ അഫ്ഗാൻ പിടിച്ചടക്കിയത്. മുമ്പ് അന്ന് രാജ്യത്ത് ഭയങ്കരമായ സ്ത്രീ വിരുദ്ധ നിയമങ്ങളാണ് താലിബാൻ ഭരണകൂടം നടപ്പിലാക്കിയത്. സ്ത്രീകൾ പഠിക്കണ്ട, പുറത്തിറങ്ങണ്ട, തല മുതൽ കാല് വരെ മറയുന്ന വസ്ത്രം ധരിച്ചാൽ മതി. അത്തരം പ്രാകൃതമായ നിയമങ്ങളായിരുന്നു താലിബാൻ ഭരണകൂടം നടപ്പിലാക്കിയത്. അതിൽ പൊറുതിമുട്ടിയ സ്ത്രീ സമൂഹം അവരെ ചവിട്ടി പുറത്താക്കി അഫ്ഗാനികൾ ഭരണത്തിൽ വന്നു. 2001 അമേരിക്കൻ അധിനിവേശത്തോടെ താലിബാന്റെ അധികാരം അഫ്ഗാനിൽ നിന്നും നഷ്ടപ്പെട്ടു. അമേരിക്കൻ സൈന്യം പിന്മാറിയതോടെ 2021 അധികാരം പിടിക്കുകയാണ് താലിബാൻ. 1990കളിൽ കണ്ട ക്രൂരവും പൈശാചികവുമായ താലിബാൻ ഭരണം അതിനേക്കാൾ മോശമായ ഒരു രൂപത്തിലേക്കാണ് അഫ്ഗാനിൽ തിരിച്ചു കൊണ്ടുവന്നത്. ലോകരാജ്യങ്ങൾ ഭയപ്പെട്ടതുപോലെ സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെട്ടത്. മുമ്പത്തതിനേക്കാൾ പണ്ടത്തതിന്റെ പിന്നത്തതായെന്ന് പറയുന്നത് പോലെ ഒരുപാട് മാറിപ്പോയെന്ന് അവർ പറയുന്നെങ്കിലും അവർ പ്രാകൃതത്തിലേക്കാണ് മാറിയത്. സ്ത്രീകൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ഭരണമാണ് ഞങ്ങളുടേതെന്ന് അറിയപ്പെടുന്നവരുടെ സ്വാതന്ത്ര്യം, സ്ത്രീകളെ സ്വാതന്ത്ര്യം കർശനമായിട്ട് തടയുകയും അവരുടെ അവകാശങ്ങൾ ലംഘിക്കുകയും ചെയ്യുകയാണ്. അതോടെ സ്ത്രീകളെ പരസ്യമായിട്ട് താലിബാൻ ശിക്ഷിക്കുന്നു. പരസ്യമായി തന്നെ താലിബാനെ വിമർശിച്ചുകൊണ്ട് സ്ത്രീകൾ രംഗത്ത് വരികയും ചെയ്യുന്നു. പ്രസ്താവനകളിലൂടെ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ കവിഞ്ഞ് എന്തെങ്കിലും ഒരു മാറ്റം, ഒരു പുരോഗതി താലിബാൻ ഉണ്ടായില്ല. സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടെ നിഷേധിക്കുന്ന അത്തരം ഒരു ഗോത്ര നിലപാട് ഇവർ ഉപേക്ഷിക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഓഗസ്റ്റില് താലിബാൻ ഉറപ്പു നൽകിയതായിരുന്നു സ്ത്രീകളുടെ വിദ്യാഭ്യാസം. നടന്നില്ല.
ഹൈസ്കൂളുകൾക്ക് പുറമെ സർവകലാശാലകളിലും സ്ത്രീകൾക്ക് പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് അഫ്ഗാനിൽ. വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഉപരിപഠനത്തിന് അർഹരായിരുന്നു. പക്ഷേ 3 മാസം മുമ്പ് ഇതിന്റെ ലിസ്റ്റ് പുറത്തു വന്നു. എഞ്ചിനീയറിംഗിലും സാമ്പത്തിക ശാസ്ത്രത്തിലും മാധ്യമ പ്രവർത്തനം പോലെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുക്കരുത് എന്ന നിർദ്ദേശം രാജ്യം മുന്നോട്ട് വെച്ചു. താലിബാന്റെ നിയമങ്ങൾ ലംഘിക്കുന്നതിന് പിടിക്കപ്പെട്ട സ്ത്രീകളോട് പലപ്പോഴും ക്രൂരമായ ആക്രമണമായിരുന്നു ഇവർ നടത്തിയിരുന്നത്. 1996 ഒക്ടോബറിൽ ഒരു സ്ത്രീ നെയിൽ പോളിഷ് ധരിച്ചു. അതിന്റെ പേരിൽ പെരുവിരലിന്റെ അഗ്രം മുറിച്ചു മാറ്റി. ഒരു സ്ത്രീ അവരുടെ അപ്പാർട്ട്മെന്റിൽ അനൗപചാരിക വിദ്യാലയം നടത്തുന്നതായി കണ്ടെത്തിയപ്പോൾ താലിബാൻ ഭരണകൂടം അവിടെയുള്ള കുട്ടികളെ തല്ലുകയും സ്ത്രീയെ ഒരു പടിക്കെട്ടിന് താഴെ എറിഞ്ഞ് ജയിലിൽ അടച്ചു. ജോലി ഉപേക്ഷിക്കാത്ത സ്ത്രീകളെ പരസ്യമായി വെടിവെച്ചു കൊന്നു. പരസ്യമായിട്ടുള്ള ചാട്ടവാറടി അഫ്ഗാനിലെ ശിക്ഷകൾ. അതുപോലെയൊക്കെയുള്ള ശിക്ഷ, അതുപോലെയൊക്കെയുള്ള ഇസ്ലാമിക നിയമം ഈ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മലദ്വാർ സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. ഭാവിയിൽ എന്താകുമെന്ന ആശങ്കയിൽ കഴിയുന്ന ഒട്ടേറെ സ്ത്രീകളും പെൺകുട്ടികളും അഫ്ഗാനിൽ ഉണ്ടാവും. പാട്ട്, സിനിമ, വസ്ത്രം, ചിത്രരചന, പടം വരയ്ക്കുക, ബ്യൂട്ടി പാർലറുകൾ, പൊതു ഇടങ്ങള്, ഭക്ഷണം, വിദ്യാഭ്യാസം, ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് പോലും വിലക്കേർപ്പെട്ട സ്ത്രീകൾ. താലിബാൻ ഭരണത്തിൽ അഫ്ഗാനിസ്ഥാൻ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എന്ന് ലോകം പറയുന്നു. തീവ്രവാദത്തിന് അഫ്ഗാൻ മണ്ണ് അനുവദിക്കില്ല എന്ന താലിബാന്റെ പ്രഖ്യാപനവും പാഴ്വാക്കായി. രാജ്യത്തെ വൈദേശിക ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചു എന്നാണ് താലിബാൻ ഭരണകൂടത്തിന്റെ അവകാശവാദം. താലിബാന്റെ ഇപ്പോഴത്തെ അവകാശവാദം അംഗീകരിച്ചാൽ പോലും അവിടുത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് സ്വാതന്ത്ര്യം അകലെയാണ്. അവിടുത്തെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം തടവറയിലാണ്, അല്ല പുരോഹിതന്മാരുടെ നാവിൻ തുമ്പിലാണ്. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ ചങ്ങലക്കിട്ടിരിക്കുകയാണ് അഫ്ഗാൻ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം. അതേപോലെ ഒരു അഫ്ഗാനാക്കാൻ ഈ കേരളത്തിൽ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മലദ്വാർ സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. തലയ്ക്കകത്ത് ആള് താമസമുള്ളവർ ചിന്തിക്കട്ടെ. നന്ദി.